ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടിയാവുമ്പോൾ ആദ്യമേ ഉള്ളൊരു ഉറക്കക്കുറവിനെ അത് കൂടുതൽ ഒരു മോശാവസ്ഥയിലേക്ക് വരുത്തുന്നു. മാത്രമല്ല നമ്മൾ പലപ്പോഴും കാണുന്ന മറ്റൊരു പ്രശ്നം ഈ മേധാക്ഷയം, ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആൾക്ക് അയാൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എവിടെ വെച്ചു, കാലത്ത് എന്ത് കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ഭക്ഷണം കഴിച്ചു, പണ്ട് ചെയ്തിരുന്നത് പോലെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരിക, ഓർമ്മക്കുറവ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ പേഷ്യൻസിനെ കാണാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഓർമ്മക്കുറവ് അഥവാ ഡിമെൻഷ്യ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തിൻ്റെയെങ്കിലും ആരംഭമാണോ, അതോ വിഷാദവും ഉത്കണ്ഠയും എല്ലാം കൂടി ശരീരത്തിനെ ബാധിച്ച് കഴിയുമ്പോൾ ഇതേപോലത്തെ ലക്ഷണങ്ങളായി അത് പുറത്തു വരികയാണോ, അതോ വെറും ഉറക്കത്തിൽ മാത്രമുള്ള പ്രശ്നമാണോ ഇത് എന്ന് പരിശോധിക്കുകയാണ്. ഏതാണ് നമ്മുടെ അവസ്ഥ എന്നതിനനുസരിച്ച് ഉള്ള ചികിത്സാ രീതികളും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളും നമ്മൾ രോഗിയുമായി പങ്കുവെക്കുകയും അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നു. പൊതുവെ ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് വരുന്ന മറ്റൊരു പ്രശ്നം ശരീരത്തിൽ ഒട്ടാകെ വേദനയും കൈകാലുകൾക്ക് വേദനയും മരപ്പും ആകപ്പാടെ മനസ്സിനൊരു അസ്വസ്ഥതയും ഉറക്കക്കുറവും അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്ത്രീകൾ അവരുടെ ഓരോ മെൻസ്ട്രുവൽ അഥവാ ആർത്തവ സൈക്കിളിൻ്റെ തുടക്കത്തിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ പൊതുവെ പറയാറുണ്ട്. അവരുടെ ജോലിയും അവരുടെ വീടിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ കൂടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൂടെ ആവുമ്പോൾ അവർക്ക് ജീവിതം വ്യക്തമായും സുതാര്യമായും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നതായിട്ടും അവർ നമ്മളോട് കംപ്ലൈൻറ്റുകളായിട്ട് പറയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം അവിടെ പരിശോധിക്കുന്നത് അകാരണമായ ഭയമോ ഉത്കണ്ഠയോ വിഷാദാവസ്ഥയോ ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെറും ഉറക്കക്കുറവ് മാത്രമാണ്, അല്ലെങ്കിൽ ഈ ആർത്തവ സൈക്കിളിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതികളും കാര്യങ്ങളും നമ്മൾ രോഗിയുമായി പങ്കുവെക്കുകയും അത് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. എന്നാലും കൃത്യമായി നമുക്ക് പേഷ്യൻസിനെ കാണാൻ പറ്റുകയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമുക്ക് പറഞ്ഞു കൊടുക്കാനും അതുവഴി അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റും. പലപ്പോഴും കുട്ടികളെയും മുതിർന്നവരെയും അവരുടെ കൂടെയുള്ളവർ കൊണ്ടുവരുന്നത് ദേഷ്യം നിയന്ത്രിക്കാനേ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യം വന്നാൽ ആ കുട്ടിയോ അല്ലെങ്കിൽ ആ മുതിർന്ന പൗരനോ എങ്ങനെ ആ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ പറ്റും, ഇത് ഒരു നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്കൂളിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റു കുട്ടികളുമായിട്ട് അടിപിടിയും വഴക്കും ബഹളവും എന്നുള്ള സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇത് അകാരണമായ ദേഷ്യം ആ കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണോ അതോ മാനസിക സമ്മർദ്ദമോ ബാക്കിയുള്ള അസുഖാവസ്ഥയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇത് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെങ്കിൽ അത് ആവശ്യത്തിൽ കവിഞ്ഞുള്ള ദേഷ്യമാണെന്ന് ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഘട്ടമാണ് ഏറ്റവും ആദ്യം. നമുക്കൊരു ദിവസത്തിൽ ഏതൊക്കെ സമയത്ത് ദേഷ്യം വരുന്നു, അത് ആവശ്യമുള്ള ദേഷ്യമായിരുന്നോ അതോ ഒരു അനാവശ്യമായ സന്ദർഭമായിരുന്നോ എന്ന് ആ വ്യക്തി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ അതൊരു ഡയറി രൂപത്തിൽ ചാർട്ട് ചെയ്യാനും അത് ആ വ്യക്തിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുന്നതിനോടൊപ്പം എങ്ങനെ ദേഷ്യം ബലവത്തായി കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ കുറച്ച് ടെക്നിക്കുകൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. ഉദാഹരണമായി ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ 5 Ds എന്ന് പറയും. ദേഷ്യം വരുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് അപ്പോൾ ഒരു 10 മിനിറ്റിലേക്കെങ്കിലും മാറി നിൽക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അമിതമായ ദേഷ്യം വരുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ നമ്മൾ 5 എളുപ്പമാർഗങ്ങൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണമായി ആ ദേഷ്യം അനാവശ്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ആ സാഹചര്യത്തിൽ പറ്റുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് ഒരല്പം മാറി നിൽക്കാൻ ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമാണ്. അതുകൂടാതെ അമിതമായ ദേഷ്യം വരുന്ന സമയത്ത്
നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ശ്വാസം പതുക്കെ അകത്തേക്കും പുറത്തേക്കും ഒരു 10 തവണയെങ്കിലും ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടും. അതുകൂടാതെ ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ ആ ദേഷ്യമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സിനെ ഒന്ന് മാറ്റി ഫോക്കസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് പരിചയമുള്ള ആളുകളാണെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നു, അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് നമ്മളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതും വളരെ വ്യക്തമായ ഒരു പരിഹാര മാർഗമാണ്. സ്ഥലത്തിൽ നിന്ന് നമുക്കൊന്ന് മാറി നിൽക്കാൻ പറ്റുക, നമ്മളെ തന്നെ ബ്രീത് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റുക, വെള്ളം കുടിക്കാൻ പറ്റുക, ഒരു ഡിസ്റ്റൻസ് വന്ന് അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് നമുക്ക് അത് മറ്റുള്ള ഒരാളുമായി ഡിസ്കസ് ചെയ്യാൻ പറ്റുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ അവരായിരിക്കുന്ന ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവരത് വന്ന് ഇപ്പോൾ പനിയുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് വന്ന് ചികിത്സ ചോദിക്കുന്നത് പോലെ തന്നെ അവർ വന്നത് നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കാനും നമ്മളും അവരും തമ്മിൽ ഒരു ചികിത്സാ രീതിയുമായി മുന്നോട്ട് പോവാനും പറ്റും. അപ്പോൾ അത് വന്ന് പറയാനുള്ള അവരുടെ മനസ്സിൻ്റെ ആ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ആ ഒരു ഭയപ്പാട് അത് മാറുന്നതിനനുസരിച്ച് കൂടുതൽ മാനസികാരോഗ്യം ജനങ്ങൾക്ക് കൈവരുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദർ ഈസ് നോ ഹെൽത്ത് വിത്തൗട്ട് മെൻ്റൽ ഹെൽത്ത്. അഥവാ മാനസിക ആരോഗ്യമില്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യം ഒരിക്കലും പൂർണ്ണമാവുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിധിവരെ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ നേടാൻ കഴിയില്ല, മറിച്ച് റിലാക്സ്ഡ് ആയിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പെൺമയിലൂടെയും ഡോക്ടർ വർഷയുടെ ജീവിതാനുഭവങ്ങളിലൂടെയും. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സഹായകരമായി എന്നും വിശ്വസിക്കുന്നു. പെൺമ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പെൺമയിലൂടെ നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.